വൈശാലി ട്രാവൽസിൻ്റെ പുതിയ യാത്രയിൽ ഞാനും എൻ്റെ കൂട്ടുകാരി ജ്യോതിയും പങ്കെടുത്തു. ബസ്സിൻ്റെ ഏറ്റവും മുമ്പിൽ എനിക്കും ജ്യോതിക്കും സീറ്റ് കിട്ടി. ആദ്യത്തെ പരിപാടി പരിചയപ്പെടുത്തലാണ്. നമ്മൾ 38 പേരാണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത്. പുലർച്ചെ 4 മണിക്ക് മുമ്പായി നമ്മൾ ക്ഷേത്രത്തിൽ എത്തി. അങ്ങനെ രാവിലെ എല്ലാവരും കുളിച്ച് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം കുറച്ച് പേരായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ 4 മൂലയിലും ഉപദൈവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നട തുറക്കുന്നതിന് മുമ്പായി സൈഡിലുള്ള ഉപദൈവങ്ങളെയൊക്കെ കണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് മുമ്പോട്ട് നടന്നു. ഇവിടെ ആദിപരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കരയിൽ വാഴുന്ന ദേവിയായതുകൊണ്ട് ചോറ്റാനിക്കര ഭഗവതിയായി. ഇവിടുത്തെ ദേവിയെ രാജരാജേശ്വരിയായി 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. രാവിലെ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയും വൈകുന്നേരം ദുർഗയുമായും ദേവിയെ പൂജിക്കുന്നു. ഈ ക്ഷേത്രത്തിന് താഴെ കീഴ്ക്കാവുണ്ട്. ഇവിടെ ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നു. കീഴ്ക്കാവ് നടയും ഇവിടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ. പ്രേതങ്ങളെ ആവാഹിച്ച് മരത്തിൽ ആണിയടിക്കുന്ന ഒരു സമ്പ്രദായവും ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ് എന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമുള്ള ശിവലിംഗമാണ് ഇവിടെ. വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ത്രേതായുഗത്തിലെ പഴക്കമുള്ള 3 കണ്ണുകളുള്ള ശിവലിംഗമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഊട്ടുപുരയുടെ വടക്ക് മാറി അമ്പലക്കുളവും പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ട് കായലും സ്ഥിതി ചെയ്യുന്നു. പ്രധാന ഉത്സവം വൈക്കത്തഷ്ടമിയും. ക്ഷേത്രത്തിൻ്റെ ഓരോ മൂലയിലും നന്ദിയുടെ ഓരോ വിഗ്രഹം കാണാം. ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതായത് നമുക്ക് പറയേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം നന്ദിയുടെ ചെവിയിലൂടെ പറഞ്ഞാൽ അത് ഭഗവാനിലെത്തും. അതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആളുകൾ നന്ദിയുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്ന കാഴ്ച കാണാം. ശരിക്കും ഈ യാത്രയുടെ പ്രധാന ആകർഷണം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വള്ളസദ്യയായിരുന്നു. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തണം എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടായിരിക്കാം രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും അരയാൽ തറക്ക് ചുറ്റും ആളുകൾ പ്രദക്ഷിണം ചെയ്യുന്ന കാഴ്ചയും കാണാം. വലിപ്പത്തിൽ ഏറ്റവും വലുത് തന്നെയാണ് ഈ ക്ഷേത്രം. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം അതിമനോഹരമാണ്.
മറ്റുള്ള അമ്പലങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്തും വീഡിയോ എടുക്കാനൊന്നും അനുവാദമില്ല. ഇപ്പോൾ നന്ദിയുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്ന ഒരു ഭക്ത. ഇനി നമ്മൾക്ക് പോകേണ്ടത് കടുത്തുരുത്തി ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ പുറത്ത് കടക്കുമ്പോൾ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കടുത്തുരുത്തി ശിവക്ഷേത്രത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം.